നരക കവാടങ്ങൾ കൊട്ടിയടച്ച് സ്വർഗത്തിൻ്റെ വാതായനങ്ങൾ മലക്കെ തുറക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് പറയുന്ന റംലാനിലൂടെ കടന്നു പോവുകയാണെന്ന് ഇസ്ലാം മത വിശ്വാസികൾ. ഇവിടെ ഇന്ന് നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട ഫരീദ് റഹ്മാനിയാണ് കെ ന്യൂസിനോടൊപ്പം ഈ റംലാൻ ദിന സന്ദേശം നൽകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ സഹൃദയ സഹോദര സഹോദരിമാർക്കും ഹൃദ്യമായ റമദാൻ ആശംസകൾ നേരുകയാണ്. കെ ന്യൂസ് എല്ലാ വർഷവും റമദാനിൻ്റെ ദിനരാത്രങ്ങളെ ധന്യമാക്കിക്കൊണ്ട് ശ്രദ്ധേയ സന്ദേശങ്ങൾ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് കൈമാറി ഇത്തരം ഒരു സീരീസ് നടത്താറുണ്ട്. അതിൽ പല സന്ദർഭങ്ങളിലും പങ്കാളിയാവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമുണ്ട്. ഈ വർഷം ഇതിൻ്റെ ഉദ്ഘാടന വേളയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരം ലഭിച്ചതിൽ ആദ്യമായി സന്തോഷം രേഖപ്പെടുത്തുകയാണ്. വിശുദ്ധ റമളാൻ അതിൻ്റെ ആത്മീയ തലമുണ്ട്, അതിൻ്റെ ആരോഗ്യ തലമുണ്ട്, അതിൻ്റെ സാമൂഹിക തലമുണ്ട്. വിശുദ്ധ റമളാനിലെ 30 ദിനങ്ങളെ 10 ദശദിനങ്ങളായി വിഭജിച്ചുകൊണ്ടാണ് പ്രവാചകർ പരിചയപ്പെടുത്തിയത്. അതിൻ്റെ ആദ്യ 10 ദിനങ്ങൾ ദൈവത്തോട് കാരുണ്യത്തെ തേടാനാണ് പ്രവാചകർ പഠിപ്പിച്ചത്. കാരുണ്യത്തെ ദൈവത്തിൽ നിന്നും ആഗ്രഹിക്കണമെങ്കിൽ തന്നെ ഉള്ളിൽ കരുണയുള്ള ഒരാൾക്കേ കഴിയൂ എന്നും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഇർഹമു മംഫിൽ അർള് ഇർഹമുക്കും മംഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ചെയ്യുമെന്നാണ്. പ്രത്യേകിച്ചും കാരുണ്യം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ചുറ്റുഭാഗത്ത് നാട്ടിൽ രോഗിയുണ്ടായാൽ ആ രോഗത്തിൻ്റെ വേദനയും രോധനവും ആ വ്യക്തിയും കുടുംബവും അനുഭവിക്കുന്ന തലത്തിൽ നിന്നും മാറി എല്ലാ വൈജാത്യങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഒരു നാട് ഹൃദയത്തിൻ്റെ കൈത്തലം നിവർത്തി അത് ഏറ്റെടുക്കുകയും അവന് വേണ്ട എല്ലാം സമർപ്പിക്കാനുള്ള ഒരു മനസ്സിലേക്ക് ഉയരുന്ന ഒരു നല്ല മനസ്സ് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നാട്ടിലൊരാൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ടായാൽ അവൻ ഏതു മതക്കാരനാണ്, ഏതു ജാതിക്കാരനാണ്, ഏതു നിറമുള്ള ആളാണ്, അതല്ലെങ്കിൽ ഏത് ആദർശത്തിൽ വിശ്വസിക്കുന്നവനാണ്, അതൊന്നും നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ മലപ്പുറത്തുകാർ നോക്കാറില്ല. അവന് വീട് വെച്ചു കൊടുക്കണം. വിദ്യാഭ്യാസ രംഗത്ത് മിടുക്ക് കാണിക്കുന്ന ഒരു കുട്ടി നമ്മുടെ നാട്ടിൽ അവരുടെ പ്രകടനം കാഴ്ചവെച്ചാൽ അവനെ അഭിനന്ദിക്കുന്നിടത്ത്, പ്രോത്സാഹനം നൽകുന്നിടത്ത്, അവനെ വളർത്തിക്കൊണ്ടുവരുന്നിടത്ത് നമ്മൾ കാണിക്കുന്ന മത്സരവും ആവേശവും ഈ കാരുണ്യത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങളാണ്. എന്നാൽ ഇന്ന് സ്റ്റേജും പേജുമൊക്കെ നിറഞ്ഞാടുന്നത് ക്രൂരകൃത്യങ്ങളെക്കുറിച്ച്, ക്രൂരതയെക്കുറിച്ച്, നശിച്ച ഒരു തലമുറയെക്കുറിച്ചാണ് ആളുകൾ പറയുന്നത്. ഇവിടെ ഞാൻ ഓർക്കുന്നത് പ്രവാചകരുടെ ഒരു വചനമാണ്. മൻ ഖാല ഹലക്കൽ ഖൗം ഫഖദ അഹ്ലകഹും. ഒരു സമുദായം നശിച്ചു, ദുഷിച്ചു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവനാണ് ആ സമൂഹത്തെ നശിപ്പിക്കുന്നത് എന്ന്. ഒരുപക്ഷെ നമ്മുടെ വലിയൊരു ശരീരം, ഈ ചെറുവിരൽ ഇത്തിരി വേദനയോടുകൂടെ ഒരാണിയോ ഒരു കമ്പോ തറച്ചു എന്ന് വെക്കാം. അതിൻ്റെ വേദന ചെറുതല്ല, അതിൻ്റെ നഷ്ടം ചെറുതല്ല. പക്ഷേ ശരീരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം സുരക്ഷിതമായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി ഈ വേദന ചെറുതായി കാണണമെന്നല്ല, ഈ വേദനയേ ഉള്ളൂ, ഈ മുറിവേ എൻ്റെ ദേഹത്തിലുള്ളൂ എന്ന് പറയുന്നത് വാസ്തവവിരുദ്ധവും മാനവരാശിയോട് ചെയ്യുന്ന വലിയ ഒരു അബദ്ധപൂർണമായ ഒരു സമീപനവുമാണ്. ഈ സമയത്ത് ഉള്ളിൽ കടന്ന മദ്യത്തിൻ്റെ ലഹരിയിൽ, അതല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ തീവ്രതയിൽ ഒരു മനുഷ്യൻ, അതല്ലെങ്കിൽ ഒന്നിലധികമോ കുട്ടികൾ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച ഒരു രീതിയിലേക്ക് അവരുടെ ജീവിതത്തിൻ്റെ നൈമിഷികമായ വികാരപ്രകടനത്തിൽ, ആവേശപ്രകടനത്തിൽ, അതല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ കടന്ന മദ്യത്തിൻ്റെ വീര്യത്തിൽ, ലഹരിയുടെ തീവ്രതയിൽ അവരങ്ങനെ ചെയ്തു പോയെങ്കിൽ അത്തരം കുരുക്കിലേക്ക് നമ്മുടെ മക്കൾ വീഴാതിരിക്കാനുള്ള ജാഗ്രത നാം പുലർത്തുന്നതോടൊപ്പം വളരുന്ന മക്കളെയൊക്കെ മുഖത്ത് നോക്കി
നിങ്ങളെല്ലാം ക്രൂരന്മാരാണ്, നിങ്ങളുടെ അമ്മയുടെ കഴുത്തിലേക്ക് കത്തിവെക്കുന്നവരാണ്, നിങ്ങളെല്ലാം കുടുംബത്തെ ചുറ്റിക കൊണ്ട് അടിച്ചു തകർക്കുന്നവരാണ്, കൊന്നുകളയുന്നവരാണ് എന്ന് പറയുന്നത് ഈ ഒരു തലമുറയോട് ചെയ്യുന്ന അതിക്രമമായിട്ടാണ് ഈ വിനീതൻ വീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇത്തരമൊരു അബദ്ധങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ ഓരോരുത്തരുടെ ഭാഗത്തും കൃത്യമായൊരു ജാഗ്രതയുണ്ടാവേണ്ടതുണ്ട്. എല്ലാ മതമേലധ്യക്ഷന്മാരും തങ്ങളുടെ വിശ്വാസികളെ മദ്യമെന്ന് പറയുന്ന അപകടകരമായ, മയക്കുമരുന്നെന്ന് പറയുന്ന അതിതീവ്രമായ ഈ ദുരന്തത്തെക്കുറിച്ച് കൃത്യമായ അവബോധം നൽകുകയും അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ സമൂഹം ആ ഒരു തരത്തിൽ വീഴാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ്. ലോകർക്ക് അനുഗ്രഹമായി, കാരുണ്യമായിട്ടാണ് പ്രവാചകരെ അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിലേക്ക് അയച്ചിട്ടുള്ളത്. ആ കാരുണ്യത്തിന് അതിർവരമ്പുകളില്ല, പരിമിതികളില്ല. മനുഷ്യനെന്നോ മനുഷ്യേതര ജീവജാലങ്ങളെന്നോ, എന്തിനേറെ പറയണം, ഈ പ്രകൃതിയോട് പോലും കരുണ കാണിക്കാത്തവൻ ഒരു വിശ്വാസിയാവാൻ സാധിക്കില്ലെന്നാണ് പ്രവാചകർ നമ്മെ പഠിപ്പിച്ചത്. ഒരിക്കൽ ഒരു ദുർനടപ്പുകാരിയായൊരു പെണ്ണ് വിജനമായ മരുപ്പറമ്പിലൂടെ നടന്നു പോകുമ്പോൾ ആഴമേറിയ കുഴിയിൽ ഇത്തിരി തെളിനീര് കാണുകയാണ്. ദാഹിച്ചു പരവശയായ അവർ വളരെ സാഹസപ്പെട്ട് ആ കുഴിയിൽ നിന്ന് തൻ്റെ കാലിൽ ധരിച്ച ഷൂ ഉപയോഗിച്ച് വെള്ളം കോരിയെടുക്കുകയാണ്. തൻ്റെ വായിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കാൽച്ചുവട്ടിൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരു തെരുവു പട്ടിയെ കാണുന്നത്. ആ പട്ടിക്ക് ഇത്തിരി വെള്ളം ലഭിക്കാതെ പോയാൽ അടുത്ത നിമിഷം ആ പട്ടി ചത്തുപോകും. ആ സമയത്ത് ആ സഹോദരി തൻ്റെ ദാഹശമനത്തിന് കോരിയെടുത്ത വെള്ളം ആ തെരുവു പട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ തെരുവു പട്ടിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തത് കാരണം ആ ദുർനടപ്പുകാരി പെണ്ണ് നാളെ സ്വർഗാവകാശിയാണെന്ന് പഠിപ്പിച്ചത് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മദീനയിൽ ഒരിക്കൽ പള്ളിയിൽ തൻ്റെ വിശ്വാസവർണ്ണത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമുദായമേ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അറിയുമോ, പൂർവ്വകാല സമുദായത്തിൽ ഒരു പെണ്ണ് ജീവിച്ചിരുന്നു. അവളൊരു വളർത്തുപൂച്ചയെ വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ ചേർത്ത് അവരുടെ കൊണ്ടു നടന്നിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ വളർത്തുപൂച്ച എന്തോ ഒരു വികൃതി കാണിച്ചത് കാരണം ഈ സഹോദരിക്ക് ദേഷ്യം വരികയും ആ വളർത്തുപൂച്ചയെ ചെങ്ങലയിലിട്ട് ബന്ധിക്കുകയും ചെയ്തു. ചെങ്ങലയിൽ കിടന്ന് പുറത്തു പോകാൻ കഴിയാതെ, അകത്തുനിന്ന് ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ ആ വളർത്തുപൂച്ച ചത്തുപോയി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, സഹാബ, നിങ്ങൾ അറിയുമോ, ആ വളർത്തുപൂച്ച അന്നം കിട്ടാതെ, വെള്ളം കിട്ടാതെ, ചെങ്ങലയിൽ കിടന്ന് പുറത്തുപോയി കഴിക്കാൻ അവസരം നിഷേധിക്കുകയും ചെയ്ത ആ ഒറ്റ കാരണം കൊണ്ട് ചെങ്ങലയിൽ കിടന്ന് ചത്തുപോയതിനാൽ ആ ഇസ്രായേൽ പെണ്ണ് നാളെ നരകാവകാശിയാണെന്ന്. ഇതാണ് ഇസ്ലാമിൻ്റെ കാരുണ്യം. അതുപോലെ നമുക്കറിയാം, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അനുയായികളൊത്ത് ഒരു യുദ്ധഭൂമിയിലേക്കുള്ള ധൃതി പിടിച്ചുള്ള യാത്രയാണ്. ആ സമയത്ത് തൻ്റെ കൂടെയുള്ളവരെയൊക്കെ മുഹമ്മദ് നബി ഒരു പ്രത്യേക സന്ദർഭത്തിൽ തടഞ്ഞു നിർത്തുകയാണ്. സഹാബത്ത് ചോദിച്ചു, എന്തിനാണ് നബിയെ ഞങ്ങളെ തടഞ്ഞു നിർത്തിയത്? അപ്പോഴാണ് മുഹമ്മദ് നബി പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കാൽച്ചുവട്ടിലേക്ക് നോക്കുക, ഇതിലെ കടന്നുപോയ ആരോ ഉറുമ്പിൻ്റെ വരിയിൽ ചവിട്ടിയിട്ടുണ്ട്. ഏതാനും ഉറുമ്പ് ചത്ത് കിടക്കുന്നുണ്ട് ഇവിടെ. ആ ഉറുമ്പിൻ്റെ മൃതശരീരം കൊണ്ട് ബാക്കിയുള്ള ഉറുമ്പുകൾ പോവുകയാണ്, അവർ ചിതറിക്കിടക്കുകയാണ്. അല്പനേരം നമ്മളൊന്ന് കാത്തിരുന്നാൽ ആ ഉറുമ്പൊന്ന് വരിയാകും. ഉറുമ്പ് വലിയ സംഘബോധമുള്ള ജീവിയാണ്. അതുകൊണ്ടാവാം ഒരുപക്ഷെ ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ നാമം അന്നംൽ, ഉറുമ്പ് എന്നാണ്. ഉറുമ്പിൽ നമുക്കൊരുപാട് പാഠമുണ്ട്. സേവിങ് മെൻറ്റാലിറ്റി, അതേപോലെ തന്നെ ഒരു സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റി ഫീൽ, ഇതൊക്കെ തീർച്ചയായും ഉള്ള ഒരു വലിയ ജീവിയാണ് ഉറുമ്പ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളെ തടഞ്ഞു നിർത്തി ഉറുമ്പ് വരിയായി ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ അവിടുന്ന് കാലെടുത്ത് വെച്ച് കടന്നുപോയി. ഈ സംഭവത്തെ ശ്രീനാരായണ ഗുരുജി വളരെ കൗതുകത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഒരു കവിത ആരംഭിക്കുന്നത് തന്നെ, ഒരു പീഡ ഉറുമ്പിനും വരുത്തരുതെന്നുള്ള ഒരു അനുകമ്പയും സദാ.
ഒരു പീഡനം ഉറുമ്പിന് പോലും ഏൽപ്പിക്കരുത് എന്ന് ആഗ്രഹിച്ച കാരുണ്യത്തിൻ്റെ കടലായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ കവിതയുടെ മധ്യഭാഗത്താണ് ശ്രീനാരായണ ഗുരുജി പാടുന്നത്: പുരുഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് മലയാളിയോട് ചോദിച്ചത് ശ്രീനാരായണ ഗുരുജിയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പ്രധാനമായും സ്വാധീനിച്ചത് ആ കാരുണ്യ സന്ദേശവും കരുണാർദ്രമായ ജീവിതവുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുഭാഗത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദീനദയാ പ്രവർത്തനങ്ങളും എല്ലാം വളരെ ഭംഗിയായി നടക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ കാരുണ്യത്തിൻ്റെ അംശങ്ങൾ കൂടുതൽ കൂടുതൽ നിറക്കാനും ക്രൂരതയുടെയും നെറുകേടിൻ്റെയും അതേ അക്രമവാസനയുടെയും എല്ലാ കാര്യങ്ങളും നിഷ്കാസനം ചെയ്യാനും ഈ റമദാനിൽ നമ്മൾ പ്രതിജ്ഞ പുതുക്കേണ്ടതുണ്ട്. അതാണ് 5 നേരം നിസ്കാരശേഷവും മറ്റുമൊക്കെ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്: അല്ലാഹുമ്മ റഹംനി യാ റഹമർ റാഹിമീൻ. അല്ലാഹുവേ, നീ എന്നോട് കരുണ കാണിക്കണേ, ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യവാനായ തമ്പുരാനെ എന്ന് കൈമർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതൊരു കാര്യവും നമ്മൾക്ക് മറ്റൊരാളോട് ചോദിക്കണമെങ്കിൽ അതിൻ്റെ ചെറിയൊരു അംശമെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടാവണം. ആളുകളോട് ഒരിത്തിരി പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത, ഒരാളോടും ഒന്നും പൊറുക്കാത്ത, ഒരാളോടും ഒരു കാരുണ്യവും കാണിക്കാത്ത ഒരാൾക്ക് ഇത് ദൈവത്തിൽ നിന്ന് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കാൻ യാതൊരു നിർവാഹമില്ല, യാതൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് തന്നെ കാരുണ്യത്തിൻ്റെ ദശദിനങ്ങൾക്കാണ് ഇന്ന് നാം തുടക്കം കുറിക്കുന്നത്. ഇന്ന് മുതൽ കാരുണ്യത്തിൻ്റെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 10 ദിനം നമ്മൾ അള്ളാഹുവിനോട് കാരുണ്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ചും വർത്തമാന കാലത്ത് ക്രൂരതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് നമ്മുടെ മക്കളിൽ അവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമ്മളതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് വേണ്ടത്. ചില സിനിമകളിൽ, ചില സീരിയലുകളിൽ, അതേപോലെ തന്നെ ചില ആവിഷ്കാരങ്ങളിൽ ക്രൂരത പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും അത് പകർത്താൻ സന്ദേശം നൽകുകയും ചെയ്യുമ്പോൾ നമ്മുടെ മക്കളെ മാത്രം പഴി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുകയും മദ്യമയക്കുമരുന്നിൻ്റെ കരാള ഹസ്തങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പോവാതിരിക്കാനുള്ള ജാഗ്രത പുലർത്തുകയും അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ പേരിൽ പുതിയ തലമുറ മുഴുവനും പിശാച്ചിൻ്റെ ജന്മങ്ങളാണ് എന്ന് പറയാതിരിക്കുകയും ചെയ്യുകയും നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കരുണാർദ്രമായൊരു സന്ദേശത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ ഈ പുണ്യ റമദാൻ നമുക്ക് വഴിയൊരുക്കട്ടെ. ഈ കാരുണ്യത്തിൻ്റെ ദശദിനങ്ങൾ അതിനുള്ളൊരു നല്ല തുടക്കമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് എല്ലാവർക്കും 1000 റമദാൻ ആശംസകൾ നേർന്ന് എല്ലാവരുടെയും പ്രാർത്ഥനയിലുണ്ടാവണേ എന്ന് അഭ്യർത്ഥിച്ച്, പ്രത്യേകിച്ച് ഇത്തരം ഒരു ഉദ്യമവുമായി മുന്നോട്ട് വരുന്ന കെ ന്യൂസിനോടുള്ള എൻ്റെ കടപ്പാടും സ്നേഹവും സന്തോഷം അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.